ഹലോ, നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും അതുപോലെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും. ഓക്കെ, സോ ഫസ്റ്റ് നോക്കുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് നമ്മൾ കൂടുതലായിട്ട് അനലോഗ് ടു ഡിജിറ്റൽ ADC കൺവേർഷനിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. So an analog to digital converter changes an analog signal that's continuous in terms of both time and amplitude to a digital signal that is discrete in terms of both time and amplitude. Okay, നമ്മുടെ ഒരു അനലോഗിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേവ് ഫോമിനെ നമ്മളൊരു ഡിസ്ക്രീറ്റ് വേവ് ഫോം ആയിട്ട് മാറ്റുകയാണ്. ഓക്കെ, അത് ടൈമിലും ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു കണ്ടിന്യൂസ് സിഗ്നൽ, അത് ബോത്ത് ഇൻ ടൈമിന് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അതിന് നമ്മളൊരു ഡിജിറ്റൽ സിഗ്നൽ ആയിട്ട്, അതൊരു ഡിസ്ക്രീറ്റ് ടേംസ് ഓഫ് ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. അതാണ് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്ന് പറയുന്നത്. സോ ദ ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ബൈനറി കോഡ് ആയിട്ടായിരിക്കും. ബൈനറി കോഡ് എന്ന് പറയുമ്പോൾ സീറോസ് ആൻഡ് വൺസ് ആണ് നമുക്ക് അതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് ADC കൺവേർട്ടറിലേക്ക് ഒരു അനലോഗ് ഇൻപുട്ട് ആയിരിക്കും കൊടുക്കുന്നത്. സോ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണ്. ഇതാണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ മെയിൻ ആയിട്ട് നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടൈപ്പ് ADC കൺവേർഷനും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടൈപ്പ് ADC ആണ്. ദാറ്റ് ഈസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ആ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് വരുന്ന 3 ടൈപ്സ് ആണ്: കൗണ്ടർ ടൈപ്പ് ADC, സക്സസീവ് അപ്രോക്സിമേഷൻ ADC, ഫ്ലാഷ് ടൈപ്പ് ADC. ഇൻഡയറക്ട്ലി വരുന്ന ഒരു ടൈപ്പാണ് ഡുവൽ സ്ലോപ്പ് ADC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സക്സസീവ് അപ്രോക്സിമേഷനും ഫ്ലാഷ് ടൈപ്പും ഡുവൽ സ്ലോപ്പും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so first one is the successive approximation ADC. Okay, a successive approximation type ADC produces a digital output which is approximately equal to the analog input by using successive approximation technique internally. അപ്പോൾ നമ്മൾ ഈ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ ടെക്നിക്ക് നടത്തുന്നത് ഇന്റേണലി ആണ്, എക്സ്റ്റേണലി അല്ല നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താണ്, ഒരു അപ്രോക്സിമേഷൻ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം, ഒരു ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. സക്സസീവ് അപ്രോക്സിമേഷന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കിതിലൊരു കമ്പാരറ്റർ ബ്ലോക്ക് ഉണ്ട്, ഒരു കൺട്രോൾ ലോജിക് ഉണ്ട്, ഒരു ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ, ദെൻ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ, ദെൻ DAC. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഒരു സക്സസീവ് അപ്രോക്സിമേഷന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, അപ്പൊ നോക്കൂ, കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് കൺട്രോൾ ലോജിക്കിലേക്ക് പോകുന്നത്. അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കൺട്രോൾ ലോജിക്കിലേക്ക് വരും. അപ്പൊ അതിൽ നിന്നുള്ള റിസൾട്ട് നമ്മൾ സക്സസീവ് അപ്രോക്സിമേഷനിലേക്കും കൊടുക്കുന്നുണ്ട്, അഗെയിൻ ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിലേക്കും കൊടുക്കുന്നുണ്ട്. ഈ ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിന്റെ ആ ഔട്ട്പുട്ടും കൂടി നമ്മൾ സക്സസീവ് അപ്രോക്സിമേഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് DAC ആയിട്ട് കിട്ടുന്നത്. DAC മീൻസ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? നമ്മുടെ ഡിജിറ്റൽ ഔട്ട്പുട്ട്. ഇവിടെയാണ് നമുക്ക് നമ്മളുടെ റിസൾട്ട് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽസ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഓരോ ബ്ലോക്ക് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The successive approximation ADC mainly consists of 5 blocks. എന്തൊക്കെയാണ്? Clock signal generator, successive approximation register, that is SAR, DAC, digital to analog converter, comparator and the control logic. First one, the control logic reset all the bits of SAR. Successive approximation registerൽ ഉണ്ടാവുന്ന എല്ലാ ബിറ്റുകളെയും റീസെറ്റ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ ലോജിക് ആണ്. And enables the clock signal generator in order to send the clock pulses to SAR when it received the start commanding signal. അതായത് ആദ്യം നമ്മൾ കൺട്രോൾ ലോജിക് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്സസീവ് അപ്രോക്സിമേഷനെ റീസെറ്റ് ചെയ്യാണ്. ഓക്കെ, റീസെറ്റ് ചെയ്തിട്ട് ഒക്കെ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിനെ എനേബിൾ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ SARലേക്ക് ക്ലോക്ക് പൾസസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ ഒരു കമാൻഡിംഗ് സിഗ്നൽ, സ്റ്റാർട്ട് എന്ന ഒരു കമാൻഡിംഗ് സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മുടെ ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററുകൾ ക്ലോക്ക് പൾസസുകൾ SARലേക്ക് കൊടുക്കും. അതാരാണ് നമ്മൾ ചെയ്യിക്കുന്നത്? കൺട്രോൾ ലോജിക് ആണ്. ഓക്കെ, so next one is the binary data present in SAR.
SAR ബ്ലോക്ക് ആണ്. ഇറ്റ് വിൽ അപ്ഡേറ്റഡ് ഫോർ എവറി ക്ലോക്ക് പൾസസ്. നമുക്ക് ഓരോ ക്ലോക്ക് പൾസ് വരുന്ന ടൈമിനനുസരിച്ച് നമ്മുടെ ഈ ഒരു SAR വാല്യൂ എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട് കമ്പാരിറ്റർ. അപ്പൊ കമ്പാരിറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെയും ഈ ക്ലോക്ക് പൾസിനെയും കൂടി ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന നമ്മുടെ SARലുള്ള വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ പൾസ് വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. The output of SAR is an applied as an input of DAC. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുന്നത്? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് കൊടുക്കുന്നത്. The DAC convert the received digital input which is in the output of SAR into an analog output. തിരിച്ച് വീണ്ടും കൺവേർട്ട് ചെയ്യണം അല്ലെ. The comparator compares this analog value with VA and with the external analog input value VI. അപ്പോൾ ഓൾറെഡി എനിക്കൊരു എക്സ്റ്റേണൽ ഇൻപുട്ട് ഞാൻ VI കൊടുക്കുന്നുണ്ട് കമ്പാരിറ്ററിലേക്ക്. ആ വാല്യൂവും ഇവിടുന്ന് വരുന്ന അനലോഗ് വാല്യൂവുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തുകയാണ് എനിക്ക് അല്ലെ. ഒരു VA വാല്യൂ, കമ്പാരിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? which is comparing the two input values ആണ്. അപ്പോൾ എൻ്റെ ഇൻപുട്ട് വാല്യൂ, ഒരു ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് VI ആണ്. അനദർ ഇൻപുട്ട് എന്ന് പറയുന്നത് എനിക്ക് ഈ DACയിൽ നിന്ന് കിട്ടുന്ന എൻ്റെ VAയുടെ വാല്യൂ ആണ് അല്ലെ. ആ ഒരു വാല്യൂ കൂടിയായിട്ട് കമ്പയർ ചെയ്യുകയാണ് നമ്മൾ. Then the output of the comparator will be 1 as long as VI is greater than VA. അതായത് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഹയർ എങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് ഓഫ് കമ്പാരിറ്റർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്നാൽ എൻ്റെ ഔട്ട്പുട്ട് ഓഫ് കമ്പാരിറ്റർ 0 ആയിരിക്കും എപ്പോ VI ലെസ് ദാൻ VA ആണെങ്കിൽ അല്ലെ. Okay, so the operation mentioned above step will be continue until the digital output is valid one. അപ്പൊ എൻ്റെ റിസൾട്ട് എനിക്ക് വാലിഡ് ആയിട്ട് കിട്ടുന്നത് പോലെ അത്രയും നേരം, അതായത് ഞാനൊരു അനലോഗ് കൺവേർഷൻ കൊടുത്തിട്ട് അതെനിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ട് എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന എൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു സിഗ്നൽ കൊടുത്തിട്ട് എന്റെ റിസൾട്ടിൽ എനിക്ക് വരേണ്ടത് 1100 ആണെങ്കിൽ അത്രയും ടൈംസ്, അപ്പൊ ഫസ്റ്റ് 2 ടൈംസ് എന്റെ VI ഗ്രേറ്റർ ദാൻ VA ആയിരിക്കും. ദെൻ റിമൈനിങ് ടൈമിൽ എനിക്ക് കമ്പാരിറ്ററിന്റെ ഔട്ട്പുട്ട് 00 ആണ് വരേണ്ടത് അല്ലെ. സോ VI ലെസ് ദാൻ VA വരണം, എന്നാൽ മാത്രമേ എനിക്ക് 00 കിട്ടുള്ളൂ. അപ്പൊ എന്റെ റിക്വയർഡ് ആയിട്ടുള്ള സിഗ്നൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്റെ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി. Okay, so the digital output will be a valid one when it almost equivalent to the corresponding external analog input VI. അപ്പോൾ എനിക്ക് എപ്പോഴായിരിക്കും എൻ്റെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്? ഓൾമോസ്റ്റ് ഈക്വൽ, അതായത് VAയും VIയും ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. അതാണ് ആ പേരിൽ തന്നെ പറയുന്നത്. സക്സസീവ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും രണ്ടും. എങ്കിൽ മാത്രമാണ് എൻ്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് വാലിഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഇൻപുട്ട് സിഗ്നലിന്റെ ഒരു ഡിസ്ക്രീറ്റ് ഫോം ആണ് എനിക്ക് റിസൾട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനിലെ ഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന ഫസ്റ്റ് വൺ, സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്ലാഷ് ടൈപ്പ് ADC. ഫ്ലാഷ് ടൈപ്പ് ADC. അപ്പോൾ ഈ പറയുന്ന ഫ്ലാഷ് ടൈപ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ADC ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് കുറേ നമ്പർ ഓഫ് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ് സീരീസ് ആയിട്ട്. 1 2 3 4 then 8, ദാറ്റ് ടോട്ടലി 8 റെസിസ്റ്റേഴ്സ് ആർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എത്ര കമ്പാരിറ്റേഴ്സ് ഉണ്ട്? 7 കമ്പാരിറ്ററുകൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. സോ ഇവിടെ നമുക്കൊരു പ്രയോറിറ്റി എൻകോഡർ ഉണ്ട്, ദെൻ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു റെഫറൻസ് വോൾട്ടേജുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കൊടുക്കും. അതാണ് നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഓപ്പറേഷൻ എങ്ങനെയാണെന്ന്. The voltage divider network contains 8 equal resistors. ഇപ്പൊ നമ്മൾ പറഞ്ഞു 8 equal resistors ആണ് നമുക്ക് ഉള്ളത്. A reference voltage VR is applied across the entire network with respect to the ground. അപ്പൊ നമ്മൾ VR എവിടെയാണ് കൊടുക്കുന്നത്? ആ ഒരു entire നെറ്റ്വർക്കിലേക്ക്, നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിലേക്ക് VR വോൾട്ടേജ് ആണ് കൊടുക്കുന്നത് with respect to ground ആണ്. The voltage drop across each resistor from bottom to top with respect to the ground will be integer multiples, that is of VR/8 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഓരോ റെസിസ്റ്ററിനോടും അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 1/8 ടേംസിലായിരിക്കും, VR/8 അല്ലെ ഓരോന്നിലും. അപ്പൊ 2VR/8, 3VR/8 അങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് VR ആണ് വരുന്നത് അല്ലെ. ഓക്കെ, so the external input voltage VI is applied to the non-inverting terminal of all comparators. നമ്മൾ പറഞ്ഞു ഒരു VI ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, so the voltage drop across each resistor from bottom to top with respect to ground is applied to the inverting terminal of the comparator from bottom to top. അപ്പോൾ നമ്മുടെ ആ ഒരു VR വോൾട്ടേജ്, നമ്മൾ ആ ഒരു സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വോൾട്ടേജ് ഡിവൈഡറിൽ വരുന്ന ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ്.
At a time, all the comparators compare the external input voltage with the voltage drop present at the receiving respective other input terminal. That means the comparison operation take place by each comparator parallelly. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഇവിടെ 7 കമ്പാരറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മളിപ്പോൾ ആ കണ്ട ഫിഗറിൽ 7 കമ്പാരറ്റേഴ്സ് ഉണ്ട്. അറ്റ് എ ടൈം എനിക്ക് 7 റിസൾട്ട് വരുന്നുണ്ട് അല്ലെ? 7 കമ്പാരിസൺ എനിക്ക് പാരലൽ ആയിട്ട് നടക്കുകയാണ്. നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയ സക്സസീവ് അപ്രോക്സിമേഷനിൽ എങ്ങനെയാണ്? അറ്റ് എ ടൈം ഒരു കമ്പാരിസണേ നടക്കുന്നുള്ളൂ, 1 by 1 ആയിട്ടാണ് എനിക്ക് അവിടെ പ്രോസസ് നടക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് അറ്റ് എ ടൈം എത്ര എണ്ണമാണോ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്, എത്ര കമ്പാരറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും റിസൾട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, അത്രയും കമ്പാരിസൺ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെ? സോ ഈ കമ്പാരറ്റേഴ്സ് പ്ലസ് 1 നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജും ഈ പറയുന്ന VR വോൾട്ടേജ് ഡ്രോപ്പും കൂടി കമ്പയർ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് പാരലൽ ആയിട്ട് നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു അത്രയും റിസൾട്ട് എനിക്ക് കിട്ടും. So the output of the comparator will be 1 as long as VA is greater than the voltage drop of present at the respective other terminal. Similarly, output of comparator will be 0. നമ്മൾ അവിടെ നോക്കി അതേ തന്നെയാണ്. VA greater than VA അല്ലെങ്കിൽ VR ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇപ്പോൾ 1 വരും. കമ്പാരറ്ററിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. If VA less than VR ആണെങ്കിൽ നമുക്ക് എന്ത് വരും? കമ്പാരറ്ററിന്റെ റിസൾട്ട് 0 വരും. Okay. All the output of the comparators are connected as the inputs of the priority encoder. നമ്മൾ കണ്ടു കമ്പാരറ്ററിന്റെ റിസൾട്ട് നമ്മൾ എവിടേക്കാണ് കൊടുത്തിരുന്നത്? പ്രയോറിറ്റി എൻകോഡറിലേക്ക്. This priority encoder produces a binary code which is corresponding to the high priority input that has 1. അപ്പോൾ നമ്മൾ ആ ഒരു പ്രയോറിറ്റി എൻകോഡർ എന്ത് ചെയ്യുന്നു? ഒരു ബൈനറി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ബൈനറി കോഡ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ റിസൾട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട്. Therefore, the output of the priority encoder is nothing but the binary equivalent of the external analog input voltage VA. അപ്പോൾ ഈ പ്രയോറിറ്റി എൻകോഡറിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ ബൈനറി നമ്പർ ആണ് അല്ലെ? ഡിജിറ്റൽ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു എന്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? പ്രയോറിറ്റി എൻകോഡറിന്റെ. ഓക്കെ, ഇതാണ് ഒരു ഫ്ലാഷ് ടൈപ്പ് ADC എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ അതായത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ് ഡുവൽ സ്ലോപ്പ് ADC. ഓക്കെ, ഇതാണ് നമ്മുടെ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് 2 വോൾട്ടേജ് V1 ഉണ്ട്, VI ഉണ്ട്, VR ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഇന്റഗ്രേറ്റർ ഉണ്ട്, ഒരു കമ്പാരറ്റർ ഉണ്ട്, ഒരു കൺട്രോൾ ലോജിക് ഉണ്ട്, ദെൻ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ ആൻഡ് കൗണ്ടർ, ഹിയർ ദ ഡിജിറ്റൽ ഔട്ട്പുട്ട്. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന പാർട്ടുകൾ അല്ലെങ്കിൽ കോമ്പണൻസ് എന്ന് പറയാം നമുക്ക് അല്ലെ? A dual slope produces an equivalent digital output for a corresponding analog input by using 2 slope technique. അപ്പോൾ ഒരു ഡുവൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യുന്നത്? ഒരു ഈക്വലന്റ് ഡിജിറ്റൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു അനലോഗ് ഇൻപുട്ടിന് 2 സ്ലോപ്പ് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ബ്ലോക്കുകൾ എന്തൊക്കെയാണ്? ഇന്റഗ്രേറ്റർ, കമ്പാരറ്റർ, ക്ലോക്ക് സിഗ്നൽ ജനറേറ്റർ, കൺട്രോൾ ലോജിക് ആൻഡ് കൗണ്ടർ. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ബ്ലോക്സ് എന്ന് പറയുന്നത്. The control logic reset the counter and enable the clock signal generator in order to send the clock pulses to the counter when it is received the start commanding signal. ഈ കൺട്രോൾ ലോജിക് സെയിം പ്രോസസ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ സക്സസീവ് അപ്രോക്സിമേഷനിൽ, അതേ ഡ്യൂട്ടി തന്നെയാണ് കൺട്രോൾ ലോജിക്കിന് ഇവിടെയും വരുന്നത്. റീസെറ്റ് ചെയ്യുന്നു, ദെൻ ക്ലോക്ക് സിഗ്നലിനെ എനേബിൾ ചെയ്യാണ്, ആ ഒരു സ്റ്റാർട്ട് കമാൻഡ് കിട്ടുന്നതിനനുസരിച്ച് എനേബിൾ ചെയ്യാണ്. The control logic pushes the switch SW to connect to the external analog input voltage VI when it is received start commanding signal. അല്ലെ? അതായത് നമുക്കിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് നമുക്ക് എക്സ്റ്റേണൽ ഇൻപുട്ട് വോൾട്ടേജിലേക്ക് ഈ കൺട്രോൾ ലോജിക് അവിടെ ഒരു സ്വിച്ച് നമ്മൾ കണ്ടിരുന്നു. VIയും VRും ഉണ്ട്. VIയിലേക്ക് സ്വിച്ചിനെ പുഷ് ചെയ്യാണ്. എപ്പോ? നമ്മളുടെ ഈ പറയുന്ന ഒരു സ്റ്റാർട്ട് കമാൻഡിങ് സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ലോജിക്, കൺട്രോൾ ലോജിക് എന്ത് ചെയ്തിരിക്കുന്നു? ഈ സ്വിച്ചിനെ VIയിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കും അല്ലെ? സോ ദ ഇൻപുട്ട് വോൾട്ടേജ് is applied to the integrator. അപ്പൊ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യും? ഇൻപുട്ട് വോൾട്ടേജിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. The output of the integrator is connected to one of the 2 input of the comparator and the other input of the comparator is connected to ground. അപ്പൊ ഈ ഇന്റഗ്രേറ്ററിന്റെ റിസൾട്ട് ആണ് ഞാൻ എന്റെ കമ്പാരറ്ററിന്റെ ഒരു ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. അടുത്ത ടെർമിനൽ എന്ന് പറയുന്നത് 0, അതായത് ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ the comparator എന്ത് ചെയ്യാണ്? കമ്പയർ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഇന്റഗ്രേറ്റർ വിത്ത് 0 വോൾട്ട്. അപ്പോൾ കമ്പാരറ്ററിലേക്ക് നമുക്ക് ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ആ ഔട്ട്പുട്ടിനെ നമ്മുടെ 0 വോൾട്ട് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ 0 വോൾട്ടായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും അല്ലെ? ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കൺട്രോൾ ലോജിക്കിലേക്കാണ് കൊടുക്കുന്നത്. സോ ദ കൗണ്ടർ ഗെറ്റ്സ് ഇൻക്രിമെന്റഡ് ബൈ 1 ഫോർ എവറി ക്ലോക്ക് പൾസ്.
അപ്പോൾ ഈ കൗണ്ടർ എങ്ങനെയാണ് ഇൻക്രിമെന്റ് ആവുന്നത്? ഓരോ ക്ലോക്ക് പൾസിനനുസരിച്ചും ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഒരു ബൈനറി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലാണ് അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. Then it produces an overflow signal to the control logic when it is incremented after reaching the maximum count value. അതൊരു മാക്സിമം കൗണ്ട് വാല്യൂയിൽ എത്തുമ്പോൾ, ഇൻക്രിമെന്റ് ചെയ്ത് അതിന്റെ മാക്സിമം കൗണ്ട് വാല്യൂയിൽ എത്തുമ്പോൾ ഒരു ഓവർഫ്ലോ സിഗ്നൽ കൺട്രോൾ ലോജിക്കിലേക്ക് അത് പാസ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ആ കൗണ്ടറിൽ ഉണ്ടാവുന്ന വാല്യൂ എന്ന് പറയുന്നത് സീറോസ് മാത്രമായിരിക്കും. ഓക്കെ, അതായത് ഇൻക്രിമെന്റ് ആയിട്ട് അതിന്റെ മാക്സിമം വാല്യൂ എത്തുമ്പോൾ അതൊരു ഓവർഫ്ലോ സിഗ്നൽ ആയി കാണിക്കും. ഓവർഫ്ലോ ആകുകയാണ്, അതിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും, കൺട്രോൾ ലോജിക്കിലേക്ക് ഒരു ഓവർഫ്ലോ സിഗ്നൽ കൊടുക്കുമ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന ആ കൗണ്ടർ വാല്യൂ എന്ന് പറയുന്നത് സീറോസ് ആയിരിക്കും. ഓക്കെ, then now the control logic എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്വിച്ചിനെ നമുക്ക് രണ്ട് വോൾട്ടേജ് ഉണ്ടായിരുന്നു, ഒന്ന് വിനും ഒന്ന് വി റെഫും ആണ് അല്ലെ. വോൾട്ടേജ് നെഗറ്റീവ് റെഫറൻസ് രണ്ട് വോൾട്ടേജ് ഉണ്ടായിരുന്നത്. സോ നെഗറ്റീവ് റെഫിലേക്ക് പുഷ് ചെയ്യും. സോ ദ നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ഇസ് അപ്ലൈ ടു ദ ഇന്റഗ്രേറ്റർ. അപ്പോൾ ഇന്റഗ്രേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഇറ്റ് റിമൂവ്സ് ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ അണ്ടിൽ ഇറ്റ് ബിക്കം സീറോ. അപ്പോൾ ഇന്റഗ്രേറ്ററിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു എനർജി ഫുള്ളും ഡിസ്ചാർജ് ആകുന്നത് വരെ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് സീറോ ആയിട്ട് മാറും എപ്പോൾ ഈ നെഗറ്റീവ് റെഫറൻസ് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രണ്ട് കമ്പാരറ്ററിൽ ഉണ്ടാകുന്ന രണ്ട് ഇൻപുട്ടുകളും സീറോ ആയിരിക്കും അല്ലെ. സോ കമ്പാരറ്റർ സെൻസ് എ സിഗ്നൽ ടു ദ കൺട്രോൾ ലോജിക്. അപ്പോൾ ഒരു സിഗ്നൽ കൺട്രോൾ ലോജിക്കിലേക്ക് കൊടുക്കുകയാണ്. നൗ ദ കൺട്രോൾ ലോജിക് ഡിസേബിൾ ദ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റഡ് ആൻഡ് റീറ്റെയിൻസ് ദ കൗണ്ടർ വാല്യൂ. അപ്പോൾ ക്ലോക്ക് സിഗ്നലിന് എന്ത് ചെയ്യുന്നു? ഡിസേബിൾ ചെയ്യുകയും ആ കൗണ്ടർ വാല്യൂസിനെ വീണ്ടും റീറ്റെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൗണ്ടർ വാല്യൂ എന്ന് പറയുന്നത് എന്തിനാണ്? എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ആ ഒരു ഇൻസ്റ്റന്റിൽ ഔട്ട്പുട്ട് ഓഫ് ദ കൗണ്ടർ വിൽ ബി ഡിസ്പ്ലേഡ് ആസ് ദ ഡിജിറ്റൽ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ കിട്ടുന്ന ആ ഒരു കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വലന്റ് ടു ദ കറസ്പോണ്ടിങ് എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് വാല്യൂ വി ഐ. അതെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് വി ഐക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഈക്വലന്റ് ഓൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, so the dual slope ADC is used in the application switches where accuracy is more important while converting analog input to digital. ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനിൽ അക്യുറസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡുവൽ സ്ലോപ്പ് കൺവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡുവൽ സ്ലോപ്പ് കൺവേർട്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ആണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ, ദെൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ. അതെന്താണ് നമുക്ക് പോകണം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് ഒരു ഡിജിറ്റൽ ഇൻപുട്ട് സിഗ്നലിനെ ഒരു അനലോഗ് ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു അനലോഗ് സിഗ്നൽ ആയിരിക്കും. ദ ഡിജിറ്റൽ സിഗ്നൽ ഈസ് റെപ്രസെന്റഡ് വിത്ത് ബൈനറി കോഡ്. അത് നമുക്ക് സീറോസ് ആൻഡ് വണ്ണിൽ ഉണ്ടാകുന്ന ഒരു കോഡായിരിക്കും നമ്മുടെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നമുക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻപുട്ട് ആണ്. അതൊരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ കൊടുത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് അനലോഗ് ഇൻപുട്ട് ആണ്, അനലോഗ് ഔട്ട്പുട്ട് ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ നമുക്കതിൽ ടൈപ്സ് ഏതൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. സെക്കൻഡ് വൺ ഇസ് ദ R2R ladder DAC. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ദ വെയ്റ്റഡ് റെസിസ്റ്റർ DAC. അപ്പോൾ ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒപ്പാമ്പ് ഉണ്ട് എനിക്ക് അല്ലെ. ഒപ്പാമ്പിൽ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF ഉണ്ട്. ഞാൻ എൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഒരു വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. ഇത്രയും നമുക്ക് അറിയാവുന്ന നോർമൽ ആയിട്ടുള്ള നമ്മളൊരു എന്താണ് ഇൻവേർട്ടിംഗ് അല്ലെ. ഇത് ഇൻവേർട്ടിംഗ് ആണ് അല്ലെ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്, ഇൻവേർട്ടിംഗ് ഒപ്പാമ്പ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് അല്ലെ. ഇതാണ് നമ്മുടെ R2, അതായത് വെയ്റ്റഡ് റെസിസ്റ്റർ DACയുടെ പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, 20R 2^1R 2^2R. ഇതാണ് ഇവിടുത്തെ ഈ ഒരു R-ന്റെ വാല്യൂ. B0 B1 B2. ഓക്കെ, ഇത് -VR. ഇത് എന്താ ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്രയാണ് നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിലുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത്. നോക്കൂ, എ വെയ്റ്റഡ് റെസിസ്റ്റർ DAC പ്രൊഡ്യൂസസ് ആൻ analog output which is almost equal to the digital input by using binary weighted resistors in the inverting adder circuit. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊരു ആഡറും സമ്മറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ആഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മുടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് എത്ര നമ്പർ ഓഫ് വോൾട്ടേജുകൾ കൊടുത്താലും അതിനെ നമ്മൾ ഒരു എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ സമ്മാണ് നമ്മുടെ ഇൻവേർട്ടിംഗിലേക്ക് കൊടുക്കുന്നത്. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സമ്മർ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ആഡർ എന്ന് പറയുന്നത്. ഇവിടെ അതന്നെയാണ്, നമ്മൾ n നമ്പർ ഓഫ് ഓൾമോസ്റ്റ് ഈക്വൽ ടു, അതായത് നമ്മൾ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് വോൾട്ടേജസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം സം ചെയ്തിട്ടാണ് നമുക്ക് അവിടെ കൊടുക്കുന്നത്.
So in shorted, binary weighted resistors DAC is called weighted resistor DAC എന്ന് പറയും ഇതിനെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് weighted resistor DAC. Okay. Recall the bits of the binary number can have only one of the two values. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ബൈനറി നമ്പറിന് either 1 അല്ലെങ്കിൽ 0 ഈ രണ്ട് നമ്പേഴ്സേ വരുള്ളൂ. അപ്പോൾ ഒരു 3 ബിറ്റ് ബൈനറി ഇൻപുട്ട് B0, B1, B2 നമ്മൾ അവിടെ 3 ഇൻപുട്ടുകൾ കൊണ്ടു 3 റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട്. അതിൽ B2 and B0 അതായത് B2, B0 അതായത് B2, B1, B0 ഇതാണ് 3 ബിറ്റുകൾ. ഓക്കെ, അതിൽ B2 എന്ന് പറയുന്നത് എൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആണ്, ദാറ്റ് ഈസ് MSB. B0 എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ദാറ്റ് ഈസ് LSB. അത് ഏതൊരു നമ്പർ ഓഫ് ബിറ്റ്സ് ആണെങ്കിലും ഏറ്റവും ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ വരുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റും റൈറ്റ് സൈഡിൽ റൈറ്റ് ഹാൻഡിൽ വരുന്നത് എൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമാണ്. ഓക്കെ, so the digital switches will be connected to ground when the corresponding input bits are equal to 0. And the corresponding input ബിറ്റുകൾ 0 ആണെങ്കിൽ ആ ഡിജിറ്റൽ സ്വിച്ചസ് 0യിലേക്ക് കണക്ട് ചെയ്യും. അതല്ല, similarly the digital switches will be connected to negative reference voltage when the corresponding input bits are equal to 1. And the corresponding equal bits 1 ആണെങ്കിൽ ആ സ്വിച്ചുകൾ എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്? മൈനസ് റെഫറൻസ്, ദാറ്റ് ഈസ് മൈനസ് VR ലേക്ക്. അതല്ല 0 ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗ്രൗണ്ടിലേക്കാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. Okay. So, in the above circuit, the non-inverting input terminal of an op-amp is connected to ground. നമ്മൾ നോക്കിയ കാര്യമാണത്. That means 0 volt is supplied in the non-inverting input terminal of an op-amp. Op-ampന്റെ 0 ആണ് നമ്മൾ non-inverting terminalലേക്ക് കൊടുക്കുന്നത്. According to the virtual short concept, the voltage at the inverting input terminal of an op-amp is same as to that of the voltage present in the non-inverting input terminal. So the voltage at the inverting input terminal is not will be 0 volt. നമ്മളൊരു വിർച്വൽ ഷോർട്ട് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടെർമിനൽ കൊടുക്കുന്ന ആ ഒരു വോൾട്ടേജ് തന്നെയായിരിക്കും അതിന്റെ പെയർ അതിന് തൊട്ടപ്പുറത്തുള്ള ടെർമിനലിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് വിർച്വൽ ഷോർട്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ 0 കൊടുത്തതുകൊണ്ട് നമ്മുടെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമുക്ക് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ആ ഒരു ടൈമിൽ 0 ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന നമ്മുടെ അവിടുത്തെ നോഡൽ ഇക്വേഷൻ നോക്കാം. നമുക്ക് 0 പ്ലസ് VR ഇൻറ്റു B2 ബൈ 2 പവർ 0 R അല്ലെ, പ്ലസ് 0 ഇൻറ്റു VR B1 ബൈ 2 പവർ 2 റേസ് ടു 1 പവർ 1 R പ്ലസ് VR ഇൻറ്റു B0 ബൈ 2 റേസ് ടു 2 R പ്ലസ് 0 മൈനസ് V0 ബൈ RF. മൈനസ് വരാൻ കാരണം എന്താണ്? അതിന്റെ ഇൻവേർട്ടിംഗ് ആണ്. ഈക്വൽ ടു 0 അല്ലെ. സോ V0 by RF equal to, ഇതിന് ഞാൻ ഈക്വൽ ചെയ്തിരിക്കുകയാണ്. V0 by RF is equal to ഈ പറയുന്ന ടേംസ് അങ്ങനെ എനിക്ക് വീണ്ടും വരും. അപ്പൊ അതിൽ നിന്ന് V0 is equal to എന്ത് വരുന്നു? എനിക്കിവിടെ VR-ഉം RF-ഉം, അതായത് RF ഞാൻ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണല്ലോ വേണ്ടത്. സോ ഇത് ഇവിടെ ഉള്ളതിൽ VR-ഉം R-ഉം എല്ലാത്തിലും കോമൺ ആണ്. സോ ഞാൻ അത് പുറത്തേക്ക് എടുത്തു. സോ റിമൈനിങ് എനിക്ക് എന്ത് വരുന്നുണ്ട്? ഇവിടെ എനിക്ക് VR RF by R into B2 by 2 power 0 plus B1 by 2 power 1 plus B0 by 2 power 2. Okay. So, substituting R is equal to 2 RF in the above equation. അപ്പോൾ നമ്മൾ ഇവിടെ R-ന് പകരം 2 RF എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് വരും? VR RF by 2 RF വരും. അതിൽ RF-ഉം RF-ഉം ക്യാൻസൽ ആകും. അപ്പോൾ അതിന്റെ റിമൈനിങ് ഫൈനൽ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് VR by 2 into B2 by 2 power 0 plus B1 by 2 power 1 plus B0 by 2 power 2. Okay. In the above equation, the output voltage equation of the 3-bit binary weighted resistor DAC. That is the output of the binary weighted DAC, the output voltage equation. Since the number of bits are 3 in the binary input, we will get the 7 possible values from the voltage varying in binary input from 000 to 111. For a fixed reference voltage VR. അപ്പോൾ എൻ്റെ ഇൻപുട്ട് 3 ആണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. ദാറ്റ് ഈസ് 2 പവർ 3 മൈനസ് 1. ആ ഒരു ഫിക്സിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ നമുക്കൊരു ജനറൽ ടേം എഴുതുമ്പോൾ എങ്ങനെ വരും? V0 is equal to VR by 2 into Bn-1 by 2 power 0, n-2 by 2 power 1 plus up to B0 by 2 power n-1. ഇതാണ് എൻ്റെ ഒരു ജനറൽ ടേം. n നമ്പർ ഓഫ് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റേഴ്സ് ആണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്? ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. The difference between the resistance values of the corresponding LSB MSB will increase as the number of bits present digital input increase. ഇപ്പൊ നമ്മളിപ്പോ തൊട്ട് മുമ്പ് നോക്കി എക്സാമ്പിളിൽ നമുക്ക് 3 ബിറ്റുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലെ. ഇപ്പോ നമുക്കൊരു നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണെങ്കിൽ ഈ MSBയും LSBയും തമ്മിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് വാല്യൂ അവർ തമ്മിലുള്ള ഒരു റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് ഒരു ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈൻ മോർ അക്യുറേറ്റ് റെസിസ്റ്റേഴ്സ് ആസ് എ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ. അപ്പൊ നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു അക്യുറേറ്റ് റെസിസ്റ്റേഴ്സ് നമ്മൾ എടുക്കുന്നതിന് നമുക്കതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. ഓക്കെ, അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു ഇതിൽ. ഈ പറയുന്ന അഡ്വാൻറ്റേജുകളെ ഓവർകം ചെയ്യുന്ന ഒരു മെത്തേഡാണ് R2R ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, R2R ലാഡർ ഇത് എന്നത് അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഡിസഡ്വാൻറ്റേജുകളെ ഓവർകം ചെയ്യുന്ന ഒരു മെത്തേഡാണ് R2R ലാഡർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് സെയിം നമ്മുടെ ഒരു ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. എന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് 2R ആണ്. ഇവിടെ സീരീസ് റെസിസ്റ്റൻസ് R ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റെസിസ്റ്റേഴ്സ് എല്ലാം എനിക്ക് 2R ആണ് അല്ലെ. അതാണ് R2R ലാഡർ. R ഉണ്ട് 2R ഉണ്ട്. ഓക്കെ, നമുക്ക് the R2R ladder DAC overcome the disadvantage of the binary weighted resistor DAC. As the name suggests, R2R ladder DAC produces an analog output which is almost equal to the digital input by using R2R ladder network inverting adder circuit. അപ്പോൾ നമ്മുടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് R2R ladder നെറ്റ്വർക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡിജിറ്റൽ സിഗ്നലിന് ഓൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു അനലോഗ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, the bits of the binary number can have only one of the two values, zeros and ones. Let the 3-bit binary input B2, B1, B0. Here the B2 and B0 denote the most significant bit and least significant bit respectively. The digital switches shown in the above figure will connected to ground when the corresponding output voltage is 0. നമ്മൾ അവിടെ നോക്കിയ അതേ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത്. എന്താണ്, ഒരു R2R ആ ഒരു ലാഡർ പോലെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ സെയിം ആണ് അല്ലെ. നമുക്ക് 0 ആയിരിക്കും എപ്പോ നമ്മളുടെ ആ പറയുന്ന കറസ്പോണ്ടിങ് ഇൻപുട്ട് ബിറ്റ്സ് ഒക്കെ 0 ആയിരിക്കും എപ്പോ നമുക്ക് 0യിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ. അതല്ല സ്വിച്ചസ് എന്ന് പറയുന്നത് -VR നമുക്ക് 1 ആയിരിക്കും വരുന്നത്. നമ്മൾ അവിടെ നോക്കിയ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. It is difficult to get a generalized output voltage equation for R2R ladder DAC, but we can find an analog output voltage values of R2R ladder DAC for individual binary input combinations easily. അപ്പോൾ individual binary combination വഴിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കൊടുക്കുന്ന ഡിജിറ്റലിന്റെ ഔട്ട്പുട്ട് അനലോഗ് ആണെന്ന് എന്താണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ മെത്തേഡിൽ. സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? R2R ladder DAC contains only 2 values of resistor. R, 2R. 2 values of resistors ആണ് നമുക്കുള്ളത്. സോ നമുക്ക് ഈസി ആയിട്ട് മോർ അക്യുറേറ്റ് ആയിട്ട് റെസിസ്റ്റേഴ്സിനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. If a greater number of bits are present in the digital input, then we must include a required number of R2R section additionally. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് R2R സെക്ഷൻ ചിലപ്പോൾ ഒന്ന് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു R2R റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.